السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. റഹമുറാഹിമായ അള്ളാഹു ബനു ഇസ്രായേലിൽ മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം ഹിസ്കീൽ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട ഇസ്രായേലിയർ നബിയോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു നേതാവിനെ തെരഞ്ഞെടുത്തു തരണം. അതിനു വേണ്ടിയിട്ട് അള്ളാഹുവോട് നിങ്ങൾ അപേക്ഷിക്കണം. അള്ളാഹുവോട് പറഞ്ഞു. അള്ളാഹു തെരഞ്ഞെടുത്തു. അത് ത്വാലൂത്തിനെയായിരുന്നു. ത്വാലൂത്താണെങ്കിൽ ആ കൂട്ടത്തിൽ പണക്കാരനായിരുന്നില്ല. അദ്ദേഹം ഒരു തോൽ കച്ചവടക്കാരൻ, തോല് വൃത്തിയാക്കുന്ന ആൾ, ഹലാലായ റിസ്ക് നേടുന്ന ആളാണ്. എന്നല്ലാതെ നാട്ടിലെ പ്രമുഖരായ പണക്കാരുടെ കൂട്ടത്തിൽ ഈ ത്വാലൂത്ത് ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ അവർക്കത് രസിച്ചില്ല. തെളിവ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തെളിവും കിട്ടി. ഇപ്പോൾ ത്വാലൂത്തിനെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു. അംഗീകരിക്കാതിരിക്കാൻ യാതൊരു നിലക്കും നിർവാഹമില്ല. അങ്ങനെ ത്വാലൂത്തിനെ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി അതിന്റെ ബാക്കിയാണ് പറയാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر ومن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقوا الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. ഫലമ്മ ഫസല ത്വാലൂത്തു, അങ്ങനെ ത്വാലൂത്ത് എന്ന നേതാവ് പുറപ്പെട്ടു. ബിൽ ജുനൂദി, തന്റെ സേനയുമായിട്ട് പുറപ്പെട്ടപ്പോൾ, തന്റെ സൈന്യങ്ങളോടുകൂടെ അവർ വസിച്ചിരുന്ന നാട്ടിൽ നിന്ന് ശത്രുക്കളെ തുരത്താൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നു. അങ്ങനെ പുറപ്പെടുന്നതിന്റെ ആമുഖമായിട്ട് ഖാല, ത്വാലൂത്ത് എന്ന സൈന്യാധിപൻ പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല മുബ്തലീക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ പോകുന്നു. ബിൻ നെഹരിൻ, ഒരു നദി കൊണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു നദി വിട്ട് കിടക്കേണ്ടതുണ്ട്. അവിടെ അള്ളാഹു നിങ്ങളൊരു പരീക്ഷണം നടത്തും. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അതിശക്തമായ കൊടും ദാഹം വരും. ആ ദാഹം വരുന്ന സമയത്ത് ആ വെള്ളത്തിൽ നിന്ന് കുടിക്കരുത് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളത്. അള്ളാഹു നിരോധിച്ചിരിക്കുന്നു കുടിക്കലിനെ. ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ അവന് ഈ സേനയിൽ തുടരാനുള്ള യോഗ്യതയില്ല. കുടിക്കാത്തവർക്ക് മാത്രമേ എൻ്റെ സേനയിൽ അംഗങ്ങളാകാനും എന്നോടുകൂടെ യുദ്ധം ചെയ്യാനുമുള്ള അവസരമുണ്ടാകൂ. അതുകൊണ്ട് കരുതിയിരിക്കണം, ആ പരീക്ഷണം നിങ്ങൾ നേരിടാൻ പോകുന്നു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല മുബ്തലീക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നു. ബിൻ നെഹരിൻ, ഒരു നദി കൊണ്ട്. ഫമൻ ശരിബ മിൻഹു, ആ നദീജലത്തിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. അവൻ എൻ്റെ സൈന്യത്തിൽ തുടരാനുള്ള യോഗ്യതയില്ല. ഞാനൊന്നിച്ച് യുദ്ധത്തിന് അവൻ പുറപ്പെട്ടിട്ട് കാര്യമില്ല. വമല്ലയ്യത്തു അംഹു, ആ വെള്ളത്തെ കുടിക്കാത്തവൻ ഫൈന്നഹു മിന്നി, അവൻ എൻ്റെ അനുയായിയാണ്. അവൻ എൻ്റെ സൈന്യത്തിൽ മെമ്പറാണ്. അവന് എന്നോട് ചേർന്ന് യുദ്ധം ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെറിയൊരു വിട്ടുവീഴ്ച. ഇല്ല മനിഗത്തറഫ ഗുർഫത്തൻ ബിയദിഹി, സ്വന്തം കൈകൊണ്ട് ഒരു കോരൽ കോരി കുടിച്ചവൻ, അവൻ പിഴച്ചവനല്ല. അവന് ഈ സൈന്യത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പം 3 കാര്യം പറഞ്ഞു. ഒന്ന്, കുടിക്കരുത്. കുടിച്ചവൻ മാറി നിൽക്കണം, ഇതിൽപ്പെട്ടവനല്ല. കുടിക്കാത്തവർക്കേ ഇതിൽ സ്ഥാനമുള്ളൂ. എന്നാൽ വളരെയേറെ ദാഹിച്ച അവശരായവർക്ക് ഒരു കൈകൊണ്ട് കോരിയിട്ട് ഒരല്പം കുടിക്കാം. പാത്രം ഉപയോഗിച്ചിട്ടോ 2 കൈ കൊണ്ട് കോരിയിട്ടൊന്നും കുടിക്കാൻ പറ്റില്ല. ധാരാളം കുടിയില്ല, ഒരല്പമേ കുടിക്കാൻ പറ്റൂ. ഇങ്ങനെ ഇവരോട് പറഞ്ഞു. ഇനി അവരെന്ത് ചെയ്യണം? ഈ കൽപ്പനക്ക് വഴിപ്പെട്ടിട്ട് നീങ്ങണമല്ലോ. ഇതാണല്ലോ
ഞങ്ങൾക്കൊരു നേതാവിനെ തെരഞ്ഞെടുത്ത് തരണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ഫശരിബു മിൻഹു, അവരൊക്കെ അതിൽ നിന്ന് ധാരാളം കുടിച്ചു. ഇല്ലാ ഖലീല മിൻഹും, കുറച്ച് ആൾക്കാരൊഴികെ. ഭൂരിഭാഗ ജനതയും ആ നദിയിൽ നിന്ന് നന്നായിട്ട് എടുത്തു കുടിച്ചു, ഇഷ്ടം പോലെ കുടിച്ചു. കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞതുപോലെ അതിൽ നിന്ന് എടുക്കുകയോ കുടിക്കുകയോ ചെയ്തില്ല. ഇപ്പൊ തീരുമാനമായി, ഭൂരിഭാഗം യുദ്ധത്തിന് പോരാൻ അർഹരല്ല, അവർ മാറി നിൽക്കേണ്ടവരാകുന്നു. കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിൽ വിജയിച്ചിട്ടുള്ളൂ. ആ കുറച്ച് ആൾക്കാർ തീരെ കുടിക്കാത്തവരും കുടിച്ചെങ്കിൽ തന്നെ ഒരു കൈകൊണ്ട് കോരിയിട്ട് കുടിച്ചവർ മാത്രമാണ്. അല്ലാത്തവരൊക്കെ സൈന്യത്തിന്റെ പുറത്ത്. ഇവരെ എങ്ങനെയാണ് ഇപ്പൊ യുദ്ധത്തിന് പോകുന്നത്? ഇവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ വീടുകൾ മറ്റൊരു കയ്യേറിയിട്ടുണ്ട്. അവരുടെ സമ്പത്തുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അവരുടെ മക്കളൊക്കെ തടവിലാക്കിയിട്ടുണ്ട്. ഇവരെ പിടിക്കാൻ വേണ്ടി പോകുന്നവർക്ക് ഈ ചെറിയ പരീക്ഷണം പോലും നേരിടാൻ തയ്യാറില്ല. ദാഹിക്കാണ് അവർ. ഇപ്പൊ ലമ്മാ ജാവസഹു, അങ്ങനെ ആ നദിയെ വിട്ടുകടന്നു. ഹുവ ത്വാലൂത്തും വല്ലദീന ആമനു മഅഹു, തന്നോടുകൂടെയുള്ള ആ വിശ്വാസി വിഭാഗവും ആ നദിയെ വിട്ടുകടന്നു. ഇപ്പൊ അക്കരെ എത്തി. ഇപ്പൊ ഇവരൊക്കെ നല്ലവരാണല്ലോ, തൻ്റെ ഒപ്പമുള്ളവര്. ഇനി അവരുടെ കഥ കേൾക്കണോ? ഖാലു, അവർ പറഞ്ഞു, ലാ ത്വാഖത്ത ലനാ, ഞങ്ങൾക്ക് യാതൊരുവിധ കഴിവുമില്ല, അൽയോമ, ഇന്ന്, ബി ജാലൂത്ത വ ജുനൂദിഹി, ജാലൂത്തിനോടും അവന്റെ സൈന്യത്തോടും ഏറ്റുമുട്ടാൻ ഞങ്ങൾക്ക് തീരെ തന്നെ ശക്തിയില്ല. യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരാണ്. അതിലെ നല്ലൊരു വിഭാഗം മാറിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നത്. അവർ പരീക്ഷയിലൊക്കെ വിജയിച്ചു. ഒന്നാം പരീക്ഷയിൽ വിജയിച്ചു. ഇതാ യുദ്ധമുഖത്തെത്തിയിരിക്കുന്നു. മറുഭാഗത്ത് ത്വാലൂത്തിന്റെയും സംഘത്തിന്റെയും ആളുകളാണ് നമ്മുടെ ആൾക്കാർ. ഇതിന്റെ നേരെ എതിർഭാഗത്ത് നിൽക്കുന്നത് ജാലൂത്തും അയാളുടെ സേനയുമാകുന്നു. ജാലൂത്ത്, അയാൾ വലിയ ശക്തനാണ്, വലിയ സൈന്യാധിപനാണ്, ഒരുപാട് സേനയുള്ളവനാണ്, ആയുധശേഖരമുള്ളവരാണ്. അവനാണ് ഇവരൊക്കെ ഇതുവരെ പിടിച്ചു വെച്ചിട്ടുള്ളത്, പരാജയപ്പെടുത്തിയത്. അങ്ങനെയുള്ള ജാലൂത്തുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോയിട്ടുള്ളത്. അവരുടെ സൈന്യത്തെയും ആ സൈനിക ബലത്തെയും കണ്ടപ്പോൾ ഈ ഒപ്പമുള്ളവരിൽ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞു, ലാ ത്വാഖത്തലനൽ യൗമ, ഇന്ന് ഞങ്ങൾക്ക് തീരെ തന്നെ സാധിക്കുകയില്ല, കഴിവില്ല, ശക്തിയില്ല, ബി ജാലൂത്ത വ ജുനൂദിഹി, ജാലൂത്തിനോടും ജുനൂദിനോടും സൈന്യങ്ങളോടും ഏറ്റുമുട്ടാൻ യാതൊരുവിധ കഴിവും ഞങ്ങൾക്കില്ല. അവർ കൈമലർത്തി. എന്നാൽ ഇതിൽ തന്നെ നല്ലൊരു വിഭാഗമുണ്ട്, നല്ലവർ. ഖാലല്ലദീന യളുന്നൂന, ഉറപ്പിച്ചവർ പറഞ്ഞു, അന്നഹും മുലാഖുല്ലാഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുറപ്പിച്ചവർ. അപ്പൊ ഈ ലോക ജീവിതമല്ല യഥാർത്ഥ ജീവിതം, പരലോക ജീവിതമാണ്. അവിടെ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അള്ളാഹു ഈ ലോകത്ത് നാം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതിഫലം നൽകുന്ന ദിവസം അതാകുന്നു. അതാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കിയ യഥാർത്ഥ വിശ്വാസികൾ പറഞ്ഞു, പ്രശ്നമില്ല. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ, എത്രയോ ആൾബലം കുറഞ്ഞ സേനയാകുന്നു. ഗലബത്ത്, അവർ ഒതുക്കിയിരിക്കുന്നു, ഫിയത്തൻ കസീറത്തൻ, അധികരിച്ചതായ സേനയെ. അപ്പൊ മറുഭാഗത്ത് എത്ര ശക്തിയുള്ളവരാണെങ്കിലും എത്ര കൂടുതലുണ്ടെങ്കിലും അവരൊക്കെ ഒതുക്കാൻ ചെറിയ സൈന്യം മതിയായതിന് ധാരാളം തെളിവുണ്ട്. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ, എത്രയോ കുറഞ്ഞ സേനയാകുന്നു, സംഘമാകുന്നു. ഗലബത്ത്, അവർ തോൽപ്പിച്ചിരിക്കുന്നു, ഫിയത്തൻ കസീറത്തൻ, അധികരിച്ചതായ സേനയെ. ബി ഇതിനില്ലാഹി, അള്ളാഹുവിൻ്റെ ഇതിന് സഹായം കൊണ്ട്, അള്ളാഹുവിൻ്റെ സമ്മതം കൊണ്ട്. അള്ളാഹു വിധിച്ചാൽ നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും. ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ തോൽപ്പിച്ചതിന് ധാരാളം തെളിവുകൾ ചരിത്രത്തിലുണ്ട് എന്നവർ പറഞ്ഞു. വല്ലാഹു, അല്ലാഹു തആല മഅസ്വാബിരീന, ക്ഷമാശീലന്മാരോട് കൂടെയാകുന്നു. യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഇവിടെ വെച്ചിട്ട് പിന്മാറുന്നവരല്ല, ഉറച്ചു നിൽക്കുന്നവർ. പരലോകം കണ്ടുകൊണ്ട്, പരലോകം രക്ഷപ്പെടണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധത്തിന് വന്നിട്ട് യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കുന്നവരാരോ അവരോട് കൂടെയാണ് അള്ളാഹു അവൻ്റെ സഹായം നൽകുക. വല്ലാഹു മഅസ്വാബിരീൻ, അള്ളാഹു ക്ഷമാശീലന്മാരോട് കൂടെയാകുന്നു എന്ന് അവർ പറഞ്ഞിട്ട് അവർ ഉറച്ചു നിന്നു. ഇപ്പോ സൈന്യങ്ങൾ പലതായി തിരിഞ്ഞു. തല മുതലേ ത്വാലൂത്തിന്റെ സൈന്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ത്വാലൂത്തിനെ തെരഞ്ഞെടുത്തത് പറ്റിയില്ല, അതിന് തെളിവ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ തെളിവ് കൊടുത്ത് അങ്ങനെ അംഗീകരിച്ചു. അങ്ങനെ അവരൊക്കെ യുദ്ധത്തിന് വന്നു. ആദ്യ പരീക്ഷയിൽ ഒരു നല്ലൊരു വിഭാഗം തോറ്റു, കുറച്ചാൾക്കാരുണ്ടായത്. ഈ ഭൂരിപക്ഷത്തിലേക്ക് ചേർത്താൽ അവർ കുറവായിരുന്നു. അങ്ങനെ അവർ യുദ്ധമുഖത്ത് എത്തിയിട്ട് നോക്കുമ്പോൾ ഇവരിൽപ്പെട്ട പലരും തന്നെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് മാറി വന്നു. ഇതിലെ ഒരു വിഭാഗം ഏതായിരുന്നാലും ശരി യുദ്ധത്തിന് വന്നതാണ്, ഉറച്ചു നിൽക്കുന്നു, അള്ളാഹുവിൻ്റെ സഹായം കിട്ടും
എത്രയോ ചെറിയ ജനത വലിയ ജനതയെ തോൽപ്പിച്ച ചരിത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ യുദ്ധത്തിന് തയ്യാറായിട്ട് നിന്നു. ഇപ്പോൾ ത്വാലൂത്തും ചെറിയൊരു സംഘവും ഇവിടെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജാലൂത്തും അവന്റെ മഹാസേനയും നിലയുറപ്പിച്ചിരിക്കുന്നു. ഇനി യുദ്ധം നടക്കാൻ പോകുന്നു. ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. വലമ്മ ബറസു, അങ്ങനെ ഈ ത്വാലൂത്തിന്റെ സേന വെളിവായപ്പോൾ, ലി ജാലൂത്ത, ജാലൂത്തിലേക്കും വ ജുനൂദിഹി, അവന്റെ സേനയിലേക്കും വെളിവായി. ഇതാ പരസ്പരം മുഖാമുഖം നിൽക്കുന്നു. ഖാലു, ഈ സംഘം പറഞ്ഞു, സംഘം ജാലൂത്തും ജാലൂത്തിന്റെ ഒപ്പമുള്ള നല്ലവരായ മുഅ്മിനുകളും പറഞ്ഞു മൂന്ന് കാര്യം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അഫ്രിഗ അലൈന, ഞങ്ങളുടെ മേൽ നീ ചൊരിച്ചു തരണേ, സ്വബ്റൻ, നല്ല ക്ഷമ തരണേ. യുദ്ധക്കളമാണ്, ക്ഷമ വളരെ അത്യാവശ്യമുള്ള സമയമാണ്. ശരീരത്തിന് പരിക്കേൽക്കും, സമ്പത്ത് നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. എന്നാലും ശരി, ക്ഷമിച്ചു നിൽക്കുക എന്നത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അതിന് വിധിയുണ്ടായാൽ അതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് റബ്ബന അഫ്രിഗ അലൈന സ്വബ്റൻ, ഞങ്ങളുടെ മേൽ സ്വബ്ർ, ക്ഷമയെ നീ ചൊരിച്ചു തരണം. മേൽഭാഗത്തു നിന്ന് മഴ ഇങ്ങനെ വരുന്നത് പോലെ ക്ഷമ കുറച്ച് തന്നാൽ പോരെ, ധാരാളം നൽകണം. മഴ വർഷിപ്പിക്കുന്നത് പോലെ നൽകിക്കൊണ്ടേയിരിക്കണം. വസബ്ബിത്ത് അഖ്ദാമന, ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തണേ. ക്ഷമ ഉണ്ടായാൽ കാലുറക്കും, ക്ഷമല്ലെങ്കിലാണ് ഈ ഓട്ടം പിന്നാക്കുള്ള ഓട്ടം ഉണ്ടാകുക. വസബ്ബിത്ത് അഖ്ദാമന, ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം. വൻസുർന, ഞങ്ങളെ നീ സഹായിക്കണേ, അലൽ ഖൗമിൽ കാഫിരീന, അവിശ്വാസികളായ ജനതക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് കൈ ഉയർത്തിക്കൊണ്ടൊരു കൂട്ടുപ്രാർത്ഥന നടത്തി. ഇനി കൂട്ടുപ്രാർത്ഥനയ്ക്ക് എതിരായിട്ട് ആരും വരണ്ട, കൂട്ടുപ്രാർത്ഥനയ്ക്ക് മാത്രമേ തെളിവുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇൻ അന ദഅഉതു ഫഅമിനു, ഞാൻ എപ്പോൾ ദുആ ചെയ്താലും നിങ്ങൾ ആമീൻ ചൊല്ലണം. അതിന്റെ അർത്ഥം എപ്പോഴും കൂട്ടുപ്രാർത്ഥന നടത്തണം എന്നാണ്. അങ്ങനെ അവര് നല്ലൊരു ദുആ നടത്തി. 3 വാചകങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, അതിശക്തമായ ക്ഷമ ഞങ്ങൾക്ക് തരണം. അതിനെ തുടർന്ന് ഞങ്ങളുടെ കാലുകളെ ഉറപ്പിച്ചു നിർത്തണം. തോറ്റാലും ശരി ഓടേണ്ടി വരുന്ന ഒരു അവസ്ഥ നൽകരുത്. അവിശ്വാസി വിഭാഗത്തിനെതിരിൽ ഞങ്ങൾക്ക് നീ സഹായം കിട്ടണം. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനോ യുദ്ധത്തിൽ മികക്കാനോ ഒന്നും കഴിയില്ല. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് അവർ ദുആ ചെയ്തു. فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. ത്വാലൂത്തും തന്റെ സംഘവും ഇങ്ങനെ നടക്കുന്നതിനിടയിൽ, യുദ്ധത്തിന് വരുന്നതിനിടയിൽ, ഈ സംഘത്തിൽ ദാവൂദ് എന്നൊരാളുണ്ടായിരുന്നു. ആ ദാവൂദാണ് പിന്നീട് ദാവൂദ് നബി അലൈഹിസ്സലാം ആയി മാറുന്നത്. അന്ന് നബി ആയിട്ടില്ല. ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ നബിയൊക്കെ ഉണ്ടല്ലോ. ആ ദാവൂദ് എന്ന ഒരു യുവാവ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ആയുധങ്ങളൊക്കെ വളരെ കുറവാണ്, വാളുള്ളവര്. അന്നൊക്കെ ഈ കവണ എന്ന് പറഞ്ഞാല് ഒരു റബ്ബർ പോലുള്ള വസ്തുവിൽ കല്ല് വെച്ച് വിടുന്ന ആയുധമാണ്. അതാണ് പിന്നീട് പീരങ്കിയും പിന്നീട് മിസൈലൊക്കെ ആയിട്ട് രൂപപ്പെട്ടു. അതിൻ്റെ ആദ്യ പൗരാണിക രൂപം കവണയാണ്. അങ്ങനെ ഈ ദാവൂദ് എന്ന യുവാവിൻ്റെ കയ്യിൽ നല്ലൊരു കവണയുണ്ടായിരുന്നു. കവണ നന്നായിട്ട് ലക്ഷ്യത്തിലെത്തിക്കാനുള്ള കഴിവ് ഈ ദാവൂദിനുണ്ടായിരുന്നു. അങ്ങനെ താൻ ഇങ്ങനെ ത്വാലൂത്തിന്റെ പിന്നാലെ അനുയായിയായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ കല്ല് സംസാരിക്കുന്ന ശബ്ദം ഈ ദാവൂദ് എന്ന യുവാവ് കേട്ടു. എന്നെ എടുത്തോ, എന്നെ നിനക്ക് ഉപകാരപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ കല്ലെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു കല്ലും ഇതുപോലെ പറയുന്നു. ആ കല്ലും ദാവൂദ് എടുത്തു. മൂന്നാമതൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെയും ഒരു കല്ലിങ്ങനെ ശബ്ദിക്കുന്നു. വേറെ ആരും കേൾക്കുന്നില്ല, ഈ ആൾ മാത്രം കേൾക്കുന്നു. അങ്ങനെ ആ 3 കല്ലുകൾ ദാവൂദ് എന്ന യുവാവ് എടുക്കുകയും താൻ അത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ യുദ്ധത്തിന്റെ പ്രാരംഭത്തിലെത്തിയിരിക്കുന്നു. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ജാലൂത്ത് തന്നെ, മറുഭാഗത്തിന്റെ നേതാവ് ജാലൂത്ത് തന്നെ യുദ്ധമുഖത്തെത്തി നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരുക്കമാണ്.
ആ സമയം ഇവിടുത്തെ നേതാവ് ത്വാലൂത്ത് ഒരു പ്രഖ്യാപനം നടത്തി. 2 ഓഫറാണ്. ഒന്ന്, ഈ ജാലൂത്തുമായിട്ട് ഏറ്റുമുട്ടാൻ, മറുഭാഗത്തിന്റെ നേതാവാണ് ജാലൂത്ത്, മറക്കണ്ട. ഇവിടുത്തെ ആള് ത്വാലൂത്താണ്. ജാലൂത്തുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ജാലൂത്തിനെ വധിക്കുന്നവന് 2 കാര്യം ഞാൻ ചെയ്തു തരും. ഒന്ന്, എൻ്റെ മകളെ കെട്ടിച്ചു തരും. സർവ്വസൈന്യാധിപന്റെ മകളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. വളരെ സുന്ദരനായിരുന്നു ഈ ത്വാലൂത്ത്. അയാളുടെ കുടുംബത്തിലും സൗന്ദര്യം ധാരാളം ഉണ്ടായിരുന്നു. എൻ്റെ മകളെ കെട്ടിച്ചു തരും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മുടെ ഈ സാമ്രാജ്യത്തിന്റെ പകുതി അയാൾക്ക് മുറിച്ചു കൊടുക്കും. ഇങ്ങനെ 2 കാര്യം ആരാണോ ത്വാലൂത്തിനെ തോൽപ്പിക്കുന്നത്, ത്വാലൂത്തിനെ വധിക്കുന്നത്, അയാൾക്ക് നൽകുമെന്ന്, ആരാണോ ജാലൂത്തിനെ വധിക്കുന്നത് അയാൾക്ക് നൽകുമെന്ന് ത്വാലൂത്ത് പ്രഖ്യാപിച്ചിരുന്നു. വലമ്മ ബറസു, അങ്ങനെ ത്വാലൂത്തും തൻ്റെ സേനയും വെളിവായിരിക്കുന്നു. എന്നിട്ട് ജാലൂത്തിനോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഇങ്ങനെ വന്നപ്പോൾ فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. ഫഹസമു, അങ്ങനെ ത്വാലൂത്തും തൻ്റെ സേനയും തോൽപ്പിച്ചു. യുദ്ധം തുടങ്ങി. ന്യൂനപക്ഷമാണ് ത്വാലൂത്തിന്റെ സേന. എന്നാൽ തന്നെ ഫഹസമു, ത്വാലൂത്തും സേനയും തോൽപ്പിച്ചു. ഹും, മറുഭാഗത്തുള്ള ജാലൂത്തിനെയും അവന്റെ സർവ്വ സൈന്യത്തെയും തോൽപ്പിച്ചു. ബി ഇതിനില്ലാഹി, അള്ളാഹുവിന്റെ ഖലാ കൊണ്ട്, അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ, അള്ളാഹുവിന്റെ വിധിയോടുകൂടെ. അള്ളാഹുവാണ് അങ്ങനെ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഇവിടെയും അവിടെയുള്ളത്. അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഖതല ദാവൂദ്, മേൽ പറയപ്പെട്ട ദാവൂദ് എന്ന യുവാവ് വധിച്ചു ജാലൂത്തിനെ വധിച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന, കരുതിയിരുന്ന ആ 3 കല്ലുകളിൽ നിന്ന് ഒന്നെടുത്തിട്ട് അങ്ങോട്ട് വിട്ടപ്പോൾ അത് ജാലൂത്തിന്റെ ശരീരത്തിൽ പതിച്ചു. ജാലൂത്ത് മലർന്നടിച്ചു വീണു. രണ്ടാമത്തത് വിട്ടു, അയാളുടെ ജീവൻ നഷ്ടപ്പെടാൻ അടുത്തിരിക്കുന്നു. മൂന്നാമതും വിട്ടു. അതോടുകൂടെ ജാലൂത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ ദാവൂദ് നബി, അന്ന് നബി ആയിട്ടുള്ള ദാവൂദിന്റെ കരങ്ങളാൽ ജാലൂത്തിന്റെ മരണം സംഭവിച്ചു. ഇനി ത്വാലൂത്ത് പറഞ്ഞ ആ സമ്മാനം ദാവൂദിന് ലഭിച്ചു. അതാണ് വാത്താഹുല്ലാഹു, അല്ലാഹു തആല ദാവൂദിന് നൽകി, അൽ മുൽക്ക, രാജഭരണത്തെ നൽകി, വൽ ഹിക്മത്ത, തത്വജ്ഞാനത്തെയും നൽകി, വഅല്ലമഹു, ദാവൂദിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു, മിമ്മ യശാവൻ, ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് പലതും പഠിപ്പിച്ചു കൊടുത്തു, നുബുവത്ത് കൊടുത്തു, പല വിധത്തിലുള്ള ഇൽമുകളും കൊടുത്തു. ഇപ്പോൾ ത്വാലൂത്തിന്റെ മരുമകനായി മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ പകുതി ഭരണം തനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പൊ എന്ത് സംഭവിച്ചുവിടെ? മഹാശക്തന്മാരായ ജാലൂത്തിനെയും അവന്റെ സേനയെയും ന്യൂനപക്ഷമായ ബലഹീനരായ ത്വാലൂത്തിനെ കൊണ്ടും സൈന്യത്തെ കൊണ്ടും അള്ളാഹു നശിപ്പിച്ചു. ഇത് ലോകത്തിന്റെ ക്രമമാണ്. വലൗലാ ദഫ്ഉല്ലാഹി, അള്ളാഹു തആല പ്രതിരോധിക്കലില്ലായിരുന്നുവെങ്കിൽ, അന്നാസ, ജനങ്ങളെ പ്രതിരോധിക്കൽ, അള്ളാഹു ജനങ്ങളെ പ്രതിരോധിക്കും. അക്രമകാരികളായ ജനതയെ അള്ളാഹു തട്ടിമാറ്റും. അഥവാ ബഅലഹുമ, ജനങ്ങളിൽ നിന്നുള്ള ചിലരെ, ബിബഅലി, മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധിക്കൽ, തട്ടിമാറ്റൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഫസദത്തിൽ അർളു, ഭൂമിയാകെ നാശമാകുമായിരുന്നു, എന്നും കുഴപ്പമാകുമായിരുന്നു. ഭൂമിയിൽ കുഴപ്പമില്ലാതിരിക്കണമെങ്കിൽ, കുഴപ്പത്തിന് അവസാനം കുറിക്കപ്പെടണമെങ്കിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് നേരിടേണ്ടതുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. ജാലൂത്ത് എന്ന മഹാപോക്കിരിയെ ത്വാലൂത്ത് എന്ന നല്ല മനുഷ്യനെ കൊണ്ട് അള്ളാഹു നേരിടുകയും ജാലൂത്തിനെ നശിപ്പിക്കുകയും ചെയ്തു. ഫസദത്തിൽ അർളു വലാക്കിൻ അല്ലാഹ, പക്ഷെ അള്ളാഹു തആല ദൂ ഫളലിൻ, ഔദാര്യമുടയവനാകുന്നു, അലൽ ആലമീന, ലോകത്തെ എല്ലാ വിഭാഗത്തിന്റെ മേലും. അള്ളാഹുവിന്റെ ഔദാര്യമാണ്. എല്ലാ വിഭാഗത്തിനും അള്ളാഹു റിസ്ക് നൽകുന്നു, എല്ലാ വിഭാഗത്തിനും ജീവിക്കാനുള്ള വായു നൽകുന്നു, വെള്ളം നൽകുന്നു. ഇതൊക്കെ മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും. ആലമീൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഉൾപ്പെട്ടു. ഈ പറയപ്പെട്ട ചരിത്രങ്ങളൊക്കെ മുത്തുനബി ഖുർആൻ ഓതിക്കൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുകയാണ്.
ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ജാലൂത്തിനെ കുറിച്ച് അറബികൾക്കൊന്നും അറിയില്ല. അങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ഇങ്ങനെ ഓതി കൊടുക്കുമ്പോൾ ഇതൊക്കെ അറിയുന്ന വേദത്തിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അവർക്കൊരു കാര്യം ഏതായിരുന്നാലും തിരിഞ്ഞല്ലോ. എന്താ? ഈ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ല. ഈ പറയുന്നത് ഒരു സാധാരണ പറച്ചിലല്ല. ഇത് അള്ളാഹുവിൽ നിന്നുള്ള വഹി അനുസരിച്ചുള്ള പ്രഖ്യാപനമാണ്. ഈ പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ് എന്ന് ഇവർക്ക് തിരിയുമല്ലോ. ഇത് ഏറ്റവും വലിയ തെളിവാണ്. റസൂലുള്ളയാണ് എന്നതിനും റസൂലുള്ള പറയുന്ന അള്ളാഹുവാണ് ലോകത്തിന്റെ നാഥൻ എന്നതിനും മറ്റുള്ളവർക്കുള്ള തെളിവാണിത്. അതാണ് പറയുന്നത്, തിൽക ആയാതുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ് വഇന്നക ലമിനൽ മുർസലീൻ. തിൽക്കായി ഓതി കേൾപ്പിക്കപ്പെട്ടത് ആയാത്തുല്ലാഹി അള്ളാഹുവിന്റെ ആയാത്തുകളാകുന്നു. അള്ളാഹു ഇറക്കിയ ആയാത്തുകളാണ് ഈ ഓതി കേൾപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഓതാൻ സാധ്യമല്ല. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആളിവിടെ ജനിക്കുന്നതിൻ്റെ തലമുറകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരിൽ നിന്നും ഇന്നുവരെ പഠിച്ചതിന് യാതൊരു തെളിവില്ല. ഒരൊറ്റ മനുഷ്യന്റെ ഒരു അധ്യാപകന്റെ അടുത്ത് പോവുകയോ ഒരു ചരിത്ര പുസ്തകം വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഇവിടെ എല്ലാവരും സമ്മതിക്കും. അങ്ങനെയുള്ള ആളാണ് ഈ പറയുന്നത്. അപ്പോ തിൽക്ക ആയാത്തുല്ലാഹി, ഇതൊക്കെ അള്ളാഹുവിന്റെ ആയത്തുകളാകുന്നു. നെത്ലൂഹ, അള്ളാഹു പറയുന്നു, അവകളെ ഞാൻ തന്നെ അള്ളാഹു ഓതി കേൾപ്പിക്കുന്നു. അലൈക്ക നബിയെ, തങ്ങളുടെ മേൽ ബിൽ ഹക്ക്, യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെട്ടതായിട്ട്. ഇതിൽ യാതൊരുവിധ പൊളിയും യാതൊരുവിധ കളവും പൊള്ളും ഇല്ല. പൊള്ളിൻ്റെ ഒരു അംശം പോലും ഇതിലില്ല. മുഴുവൻ യാഥാർത്ഥ്യമാകുന്നു. ആ നിലക്ക് ഇതിനെ നാം ഓതി കേൾപ്പിക്കുന്നു. ഇത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിലാണല്ലോ ഈ പറഞ്ഞത്. ഇതിനെ മുഴുവൻ കേൾക്കുന്നവരും ഇത് ശ്രദ്ധിക്കുന്നവരും ഇതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് മൂർച്ചയുള്ള കണ്ണുകൊണ്ട് നോക്കുകയും കാതുകൊണ്ട് കൂർപ്പിച്ച് കേൾക്കുകയും ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് ആർക്കും ഒരു നിരൂപണവും ഒരു വിമർശനവും നടത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് തെളിവാണ്. എന്തിന്? വഇന്നക ലമിനൽ മുർസലീൻ, വഇന്നക, തീർച്ചയായും നബിയെ തങ്ങൾ, യാതൊരു സംശയവുമില്ല, സംശയരഹിതമായ രൂപത്തിൽ പ്രഖ്യാപിക്കട്ടെ, തീർച്ച നിങ്ങൾ ലമിനൽ മുർസലീന, മുർസൽ പരമ്പരയിൽപ്പെട്ടവർ തന്നെയാകുന്നു. അള്ളാഹു വളരെ ശക്തമായിട്ടാണ് പറഞ്ഞത്. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, ഈ ജുംല ഇസ്മിയ ജുംലയാണ്. ഇതിൻ്റെ തലക്കൽ ഇന്ന എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, അതിൻ്റെ പുറമെ ലാം ഉപയോഗിച്ചു, പിന്നെ മുർസലുകളിൽ പെട്ടവരാകുന്നു എന്ന് പറഞ്ഞു. ഈ പറയപ്പെട്ടതൊക്കെ ഇതിനെ ഊന്നി പറയലാണ്. അപ്പോൾ റസൂലുള്ളയാണ് എന്നതിന് വളരെ വ്യക്തമായ തെളിവുകളാണത്. അർഹമുർ-റാഹിമായ അള്ളാഹു അവൻ്റെ ദീനിൻ്റെ തെളിവുകൾ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കാനും ഈമാനിനെ ശക്തിപ്പെടുത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.